ഉണ്ടാക്കാൻ പോണത് ചിക്കൻ മുഗളായാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ജ്യോതിസ് അടുക്കളയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ചിക്കൻ എടുത്തിട്ടുള്ളത് 1/2 കിലോ ആണ്. അത് ബോൺലെസ് ചിക്കനാണ്. വലിയ വലിയ പീസായി കട്ട് ചെയ്തത്. ബോണോട് കൂടിയിട്ടുള്ളതും വേണമെങ്കിൽ എടുക്കാം. ഞാൻ ഇങ്ങനെ എടുത്തിട്ടുള്ളത് മാത്രം. ഇനി അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, പാകത്തിന് ഉപ്പും ഇടണം. ഇത് നമുക്ക് നന്നായി കൈകൊണ്ട് ഒന്ന് ഇളക്കിയെടുക്കണം. അതിനുശേഷം ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാൻ അത് പാകം ചെയ്യാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചു. ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു. അതിനുശേഷം 1 ടീസ്പൂൺ ഇഞ്ചി ഗാർലിക് പേസ്റ്റ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, നമുക്ക് വേണ്ടത് സവാളയാണ്. ഞാൻ എടുത്തിട്ടുള്ളത് മീഡിയം സൈസ് 2 സവാളയാണ്. ഇത് ചോപ്പ് ചെയ്ത് വെക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറുതായി അരിഞ്ഞാലും മതി. പെട്ടെന്നാവാൻ നമുക്ക് ഇച്ചിരി പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 4 പച്ചമുളക് നടുകീറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കുന്ന കറികൾ വളരെ ടേസ്റ്റാണ്. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും വിശേഷ സമയത്തോ അല്ലെങ്കിൽ വല്ല ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇതുപോലത്തെ കറികൾ ഉണ്ടാക്കി കൊടുക്കാം. നമ്മളെപ്പോഴും വിചാരിക്കും നമുക്കൊന്നും ഇത് ഉണ്ടാക്കാൻ പറ്റില്ല, റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ പോയി കഴിക്കാനേ പറ്റുള്ളൂ. പക്ഷെ അതൊന്നുമല്ല, നമുക്ക് അതിനേക്കാൾ ടേസ്റ്റിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ വീട്ടിലുണ്ടാക്കാൻ പറ്റും. അപ്പോൾ സവോളയൊക്കെ ഒരുവിധം അതിൻ്റെ പച്ചമണം എല്ലാം വിട്ടു. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ഓരോന്നും ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ ചിക്കൻ്റെ ഇച്ചിരി റെഡ് കളർ ഉണ്ടല്ലോ, അത് വൈറ്റ് കളറാവുന്ന വരെ നമുക്കൊരു 5-6 മിനിറ്റ് ഇങ്ങനെ കിടന്ന് വേവണം. അപ്പോൾ ചിക്കനൊക്കെ കണ്ടില്ലേ, വെള്ള കളറായി. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാല ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ഈ കറിയിൽ അധികം എരിവില്ല. അപ്പം നമ്മളതിന് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അതിൽ പച്ചമുളക് ചേർത്തിട്ടുണ്ട്, പെപ്പർ പൗഡർ നമ്മൾ ചേർത്തിട്ടുണ്ട്, 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി നമുക്കിത് നന്നായി ഇളക്കണം. ഇതിലേക്ക് ഞാൻ ഒരു 50 ഗ്രാം കാഷ്യൂനട്ട് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒഴിക്കാം. ഇനി വേണ്ടത് നല്ല പുളിയില്ലാത്ത തൈരാണ്. അതും നമുക്ക് 2 ടേബിൾ സ്പൂണോളം ചേർക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലൊരു മണക്ക് വരുന്നുണ്ട്. ഞാൻ കുറച്ച് ടൊമാറ്റോ പ്യൂരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 4 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു 1/4 കപ്പ്. അതിൽ കിടന്നിട്ട് ഒന്ന് വെന്ത് കുറുകണം ഈ ചിക്കൻ. നമ്മുടെ ചിക്കൻ കറി നന്നായി കുറുകിയിട്ടുണ്ട്. ഇതിൻ്റെ ഗ്രേവിയാണ് വളരെ ടേസ്റ്റ്. ഇനി നമ്മൾ മൂന്നാമത് ചെയ്യേണ്ട കാര്യങ്ങൾ പറയാം.
ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇടണം. പിന്നെ നല്ല ജീരകം വറുത്ത് പൊടിച്ചത് ഒരു 1/2 ടീസ്പൂൺ. ഇപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മണം ഉണ്ടല്ലോ, അവിടെ മുഴുവൻ ആ മണം തന്നെയാണ്. പിന്നെ വേണ്ടത് കസൂരി മേത്തി. അത് നമ്മൾ ഈ കൈ കൊണ്ടൊന്ന് പൊടിച്ച് വെതറി കൊടുത്താൽ മതി. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഈ മണം കേട്ടാൽ തന്നെ നമുക്ക് കൊതി വരും. ഭക്ഷണത്തിനോട് ആർത്തിയുള്ളവർക്ക് ഈ മണം ഭയങ്കര ഇതാണ്. നന്നായി ശരിയായിട്ടുണ്ട്. മുഗ്ലായ് ചിക്കൻ ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. നമുക്കിതിൻ്റെ മുകളിൽ ഇച്ചിരി മല്ലിയിലയും ഇട്ട് കൊടുക്കാം. ഇത് ഇത്തിരി ഉപ്പുണ്ടോയെന്ന് നോക്കാം. ഇത്തിരി ഉപ്പ് കുറവുണ്ട്. ലേശം ഉപ്പ് കൂടി ഇട്ടു. അപ്പം നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു ചിക്കനാണ്. ഇതാർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഉപ്പെല്ലാം കൂടിയപ്പോൾ ഭയങ്കര ടേസ്റ്റാട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം.